എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്കറിയാം, നമ്മളിൽ ആരെങ്കിലും ഒരാൾ പാർട്ട്ണർക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ കുട്ടികളെ നോക്കാനും ഫാമിലി ടൈമിനൊക്കെ കാര്യം ഉള്ളതുകൊണ്ട് നമ്മളിൽ ഒരാൾ കുറേ സാക്രിഫൈസ് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. രണ്ടുപേരും ചെയ്യും. പക്ഷേ ജോലിയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. മിക്കവാറും എല്ലാവരും ഗൾഫിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ നല്ല ജോലികളൊക്കെ ചെയ്ത്, പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രോപ്പറായിട്ട് റെഗുലർ ഡ്യൂട്ടി, രാവിലെ 9 മണി തുടങ്ങി വൈകുന്നേരം 5 മണി വരെയുള്ള ഡ്യൂട്ടി ആണെങ്കിൽ അങ്ങനെയുള്ള ഷിഫ്റ്റുകൾക്ക് നമുക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ഫാമിലി ടൈം നമ്മൾക്ക് കൺവീനിയൻ്റ് ആക്കി തരുന്ന, അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ഒരു ജോലി കണ്ടെത്താൻ പറ്റാവുന്ന ഒരു മേഖലയാണ് സ്കൂളുകൾ. സ്കൂളുകളിലെ ജോലി നമ്മൾ ഒത്തിരി ആൾക്കാരും ചിന്തിക്കുന്നത് നമ്മൾക്ക് സ്കൂളുകളിൽ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ടീച്ചറായിരിക്കണമെന്നാണ്. എന്നാൽ ടീച്ചിങ് അല്ലാതെ തന്നെ ഒരു സ്കൂളുകളിൽ ഏകദേശം 20 മുതൽ 50 വരെ സ്റ്റാഫ് അഡീഷണൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ സ്കൂളുകളിൽ കോർഡിനേറ്റർമാരായിട്ട്, അതുപോലെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് എൻറോൾമെൻറ്റ് ഓഫീസറായിട്ട്, അതുപോലെ അഡ്മിനിൽ, റിസപ്ഷനിൽ, അതുപോലെ ഓരോ ഡിവിഷൻ്റെ ഫെസിലിറ്റേറ്റേഴ്സായിട്ട്, അങ്ങനെ ഒത്തിരി നോൺ ടീച്ചിങ് സ്റ്റാഫുകളുണ്ട് ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലും. അത് ഗവൺമെൻറ് സ്കൂളാണെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിലും അതുപോലെ കാത്തലിക് സ്കൂളുകളിലാണെങ്കിലും എല്ലാം ഒത്തിരി നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ഇരട്ടിയോ അതിലിരട്ടിയോ. ഈ ജോലികളൊക്കെ രാവിലെ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് തുടങ്ങി സ്കൂൾ തീരുന്ന സമയത്ത് തീരുന്ന ജോലികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ നമ്മൾ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിൽ ഞങ്ങൾ 2 ഇന്ത്യക്കാരേ ഉള്ളൂ. ബാക്കി വേറെ സ്റ്റാഫുകളൊന്നും ഇല്ല. കാരണം നമ്മുടെ ആൾക്കാർ അത് മാക്സിമം ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തൊരു കാര്യം. കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല. അത്യാവശ്യം ലാംഗ്വേജും പിന്നെ ഇമെയിൽ അയക്കാനും കാര്യങ്ങളും, നിങ്ങളൊരു പ്രൊഫഷണൽ രീതിയിൽ വർക്ക് ചെയ്തിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നമ്മൾ ഇപ്പോൾ ഇവർ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച് പുറകോട്ടാണ് എന്നും വിചാരിച്ചൊന്നും മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമിച്ചാൽ കിട്ടും. അപ്പോൾ ബാക്കി എല്ലാ ജോലിക്കും അതിൻ്റെ റെസ്പെക്റ്റ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ട്രൈ ചെയ്താൽ നമുക്ക് ഒത്തിരി ആളുകൾക്ക്, മലയാളികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി മേഖലയാണ് ഈ പറഞ്ഞ സ്കൂളുകളിലെ ജോലി. അപ്പം ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും കിട്ടും. ഒത്തിരി ആളുകളെ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് സ്കൂളുകളിലെ ജോലികൾ. അപ്പോൾ സെർച്ച് ചെയ്യുക, ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും കിട്ടും. താങ്ക്